ഹലോ ഫ്രണ്ട്സ്, ഈ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വന്നിരിക്കുന്ന ഒരു ചൈന CRT കിറ്റാണ്. ഓസിലേഷൻ ഇല്ല, അതാണ് നമ്മുടെ കംപ്ലൈന്റ്. സ്ക്രീനൊന്നും വരുന്നില്ല, ലൈറ്റ് കത്തുന്നുണ്ട്, അതാണ് നമ്മുടെ കംപ്ലൈന്റ്. നമുക്ക് എന്താ കംപ്ലൈന്റ് നോക്കാം, വീഡിയോയിലോട്ട് പോവാം. സെറ്റ് പവർ ഓൺ ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡ് ബൈ ലൈറ്റ് കത്തിയിട്ടുണ്ട്. V+ വോൾട്ടേജ് 112 വോൾട്ട് ഉണ്ട്. ഇത് 27 വോൾട്ട് വെർട്ടിക്കൽ വോൾട്ടേജ് ആണ്, അതുണ്ട്. നമ്മുടെ റെഗുലേറ്ററിന് പോകുന്ന വോൾട്ടേജ് 11 വോൾട്ട്, അത് ഓക്കെ. അടുത്ത ആഡിയോ IC 14-15 വോൾട്ട്, ഓക്കെ ആണ്. ഇപ്പോൾ ഈ സെറ്റ് നമ്മൾ സ്റ്റാൻഡ് ബൈ റിലീസ് ആണോ എന്ന് നമുക്കൊന്ന് അറിയണം. അതിന് നമ്മുടെ പ്രോസസർ ICയുടെ 64 നമ്പർ പിന്ന് വോൾട്ടേജ് ഉണ്ടെങ്കിൽ സെറ്റ് സ്റ്റാൻഡ് ബൈയിലാണ്. ഇവിടെ നമുക്കൊരു 1.1 വോൾട്ട് ഉണ്ട്, അപ്പോൾ സെറ്റ് സ്റ്റാൻഡ് ബൈയിലാണ്. നമുക്ക് ഈ സ്വിച്ച് ഞെക്കി സ്റ്റാൻഡ് ബൈ ഒന്ന് റിലീസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്റ്റാൻഡ് ബൈ റിലീസ് ആയിട്ടുണ്ട്. സെറ്റ് സ്റ്റാൻഡ് ബൈ റിലീസ് ആയി കഴിയുമ്പോൾ ഈ 64 നമ്പർ പിന്നിൽ വോൾട്ടേജ് കാണില്ല. അതിപ്പം ഒട്ടും നമുക്ക് വോൾട്ടേജ് ഇല്ല. ഇവിടെ B+ ഔട്ട്പുട്ട് വോൾട്ടേജ് 59, 61 ഇത്രേ വോൾട്ടേ ഉള്ളൂ. ഇപ്പം സെറ്റ് സ്റ്റാൻഡ് ബൈ റിലീസായി, പക്ഷെ നമുക്ക് ഈ വോൾട്ടേജ് ആണ് ഉള്ളത്. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെൽ ബട്ടൺ അമർത്തണം. ലേറ്റസ്റ്റ് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇപ്പം നമ്മുടെ B+ വോൾട്ടേജ് നമുക്ക് കുറഞ്ഞിട്ടുണ്ട്. 51 വോൾട്ട്, 12 വോൾട്ട്, 13 വോൾട്ട്, എല്ലാ വോൾട്ടേജുകളും കുറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റാൻഡ് ബൈ റിലീസ് ആയി കഴിഞ്ഞപ്പോൾ. ഓസിലേറ്റ് ചെയ്യുന്നേ ഇല്ല. ഇപ്പം നമ്മുടെ ഈ സെഷനിൽ കംപ്ലൈൻ്റ് ഉണ്ട്, ഈ സെറ്റ് കംപ്ലൈൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ വോൾട്ടേജ് ഇങ്ങനെ ഡ്രോപ്പ് ആയി പോകുന്നത്, കുറഞ്ഞു പോകുന്നത് ഓസിലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കത് നമ്മുടെ LOT ആണോ ഫാൾട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ LOTയുടെ സപ്ലൈ വോൾട്ടേജ് നമ്മൾ ഓപ്പൺ ചെയ്ത് വിടുകയാണ്. LOTയുടെ സപ്ലൈ റെസിസ്റ്റൻസ് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ B+ വോൾട്ടേജ് നമ്മൾ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സ്റ്റാൻഡ് ബൈ റിലീസാണ്. നമ്മുടെ വോൾട്ടേജ് പ്രോപ്പർ ആയിട്ടുണ്ട്. 110 B+ വോൾട്ടേജ് ഉണ്ട്. വെർട്ടിക്കൽ വോൾട്ടേജ്, കൺട്രോൾ വോൾട്ടേജ്, എല്ലാ വോൾട്ടേജും പ്രോപ്പർ ആയിട്ട് തന്നെ ഇപ്പോൾ ഉണ്ട്. സ്റ്റാൻഡ് ബൈ റിലീസ് ആയി കഴിയുമ്പോൾ നമുക്ക് 8 വോൾട്ട് വരും. ഓക്കെ, 8 വോൾട്ട് എല്ലാം ഓക്കെ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ LOT കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് നമുക്ക് ഈ വോൾട്ടേജുകൾ ഡ്രോപ്പായി പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ LOT ഇളക്കി മാറ്റിയിട്ട് നോക്കാം. സെറ്റ് ഓഫ് ചെയ്തു, ഈ LOT ഇളക്കുകയാണ്. ഇപ്പോൾ LOT നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. പത്ത് 10 നമ്മുടെ LOT.
പുതിയൊരു LED എടുത്തിട്ടുണ്ട്. സോൾഡർ ചെയ്യാം. LED-യുടെ എല്ലാ ലെഗുകളും നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഫോക്കസും സ്ക്രീനും കൊടുക്കണം. ഫോക്കസും സ്ക്രീനും ഇവിടെ സോൾഡർ ചെയ്യാനുണ്ട്. ഫോക്കസിന്റെ പിന്നെ നമ്മൾ സോൾഡർ ചെയ്തു. നമ്മുടെ സ്ക്രീൻ സ്ക്രീനിന്റെ വയറും സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്ന B+ സപ്ലൈ വോൾട്ടേജ് കണക്ട് ചെയ്യാണ്. ഇനി നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സ്റ്റാൻഡ് ബൈ റിലീസ് ആണ്. നമ്മുടെ 64 നമ്പർ പിന്നിൽ വോൾട്ടേജ് ഇല്ല. നമ്മുടെ 110 ഓക്കെ ആയിട്ടുണ്ട്. ബാക്കി എല്ലാ വോൾട്ടേജ് ഇനി നമ്മുടെ 180 ലൈൻ ഔട്ട്പുട്ട് വോൾട്ടേജിൽ 148 വോൾട്ട്. നമ്മുടെ V+നേക്കാട്ടിയും കൂടുതലുണ്ട്. അപ്പോൾ ഓസിലേഷൻ നടക്കുന്നുണ്ട്. ഇത് യോക്ക് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വോൾട്ടേജ് ഇപ്പം കുറവായിരിക്കും. ഓക്കെ, ഓസിലേഷൻ നടക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ട്യൂബിൽ ഒന്ന് കണക്ട് ചെയ്ത് നമുക്ക് പടം ഒന്ന് നോക്കാം. സെറ്റ് ഓഫ് ചെയ്തു. സെറ്റ് എന്നാൽ നമ്മൾ ട്യൂബിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. സ്റ്റാൻഡ് ബൈ ലൈറ്റ് കത്തിയിട്ടുണ്ട്. സ്ക്രീൻ വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, നമ്മുടെ ബ്ലൂ സ്ക്രീൻ വന്നിട്ടുണ്ട്. നമ്മുടെ സെറ്റ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.